മറ്റൊരു വാർത്ത. കൊല്ലം പത്തനാപുരത്ത് ആത്മഹത്യ ചെയ്ത സാക്ഷരതാ പ്രേരക് ബിജുമോൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്ന് ബിജുമോന്റെ അമ്മ. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനോ തന്നെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനോ പോലും പണമില്ലായിരുന്നു. ഇതേ തുടർന്ന് ബിജുമോൻ മനോവിഷമത്തിലായിരുന്നുവെന്നും അമ്മ പറഞ്ഞു. പച്ചക്കറി പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. എന്നെ ആശുപത്രി മാസം തോറും എന്നെ ആശുപത്രി കൊണ്ടുപോകണം, അതിനൊന്നും അമ്മയെ എനിക്ക് നിവൃത്തിയില്ല അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. യാതൊരു നിവൃത്തിയില്ല, എനിക്കൊരു നിവൃത്തിയില്ല, എനിക്ക് നിവൃത്തിയില്ലെന്ന് എപ്പോഴും ഇരുന്ന് പറയും. ഞാൻ എങ്ങനെ ഈ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകും? എനിക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ 36 വർഷം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്ത. എനിക്ക് ശമ്പളം കിട്ടുന്നില്ലമ്മേ, ശമ്പളം കിട്ടുമ്പോൾ ഞാൻ അമ്മയ്ക്ക് രാമം വാങ്ങിച്ചുകൊണ്ട് തരാമോ എന്ന് അവസാനം പറഞ്ഞ വാക്കാതെ. വെളി കടം കാണുമായിരിക്കും എന്തോ. ഇതിനൊക്കെ പോകുന്നതിന് വേണ്ടി വണ്ടിക്കൂലിക്ക് പോലും നിവൃത്തിയില്ല. പലരോടും കടം വാങ്ങിയിട്ട് അവന് പല ആവശ്യങ്ങൾക്കും വേണ്ടി പോകുന്നത്. എന്നോട് പറഞ്ഞ ഇതാ അമ്മ, ഞാൻ എങ്ങനെ അമ്മയെ കൊണ്ട് ആശുപത്രിയിൽ ഞാൻ പോകുമേ? എനിക്ക് യാതൊരു നിവൃത്തിയില്ല. വണ്ടിക്കൂലിക്ക് പോലും എനിക്ക് 10 പൈസ എടുക്കാൻ നിവൃത്തിയില്ലമ്മേ. എനിക്ക് ശമ്പളം കിട്ടട്ടെ, ഞാൻ അമ്മയും കൊണ്ട് പോകാം. ഇതാ അവസാനമായിട്ട് പറഞ്ഞത്. ബിനോയ് വിവരങ്ങളുമായി ചേരുന്നു. ബിനോയ്, സാക്ഷരതാ പ്രേരക്കായിരുന്നു ബിജുമോൻ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനായിരുന്നു ഈ ഒരു അന്ത്യം സംഭവിച്ചത്? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കടങ്ങൾ? എന്ത് ദുസ്ഥിതിയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിരുന്നത്? വിജി തോമസ്, കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ബിജുമോൻ എന്ന് പറയുന്ന ആള് ആ സ്ഥലത്തെ, അതായത് പത്തനാപുരം താലൂക്കിലെ സാക്ഷരതാ പ്രവർത്തകനായിരുന്നു. പിന്നീട് സാക്ഷരതാ പ്രേരകായി മാറുകയായിരുന്നു. നമ്മൾ കേട്ടത് ബിജുവിന്റെ അമ്മ വിജയമ്മയുടെ ദയനീയമായ വിഷമതകളാണ്. കാരണം ഇതിനു മുമ്പ് സാക്ഷരതാ പ്രേരകുമാരുടെ പ്രവർത്തനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലായിരുന്നു. പിന്നീട് അത് തദ്ദേശ ഭരണ വകുപ്പിന്റെ കീഴിലേക്ക് മാറ്റിയപ്പോഴാണ് ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നത്. കഴിഞ്ഞ 83 ദിവസമായിട്ട് ഇവർക്ക് ഓണറേറിയം, അല്ലെങ്കിൽ ശമ്പളമല്ല, ഓണറേറിയം എന്നാണ് അറിയപ്പെടുന്നത്. അത് ഓരോരുത്തരും ചെയ്യുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിൽ 3000 മുതൽ 8000 രൂപ വരെയാണ് ഇവർക്ക് ഓണറേറിയം ആയി കിട്ടിക്കൊണ്ടിരുന്നത്. അതേസമയം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും തദ്ദേശ ഭരണ വകുപ്പിലേക്ക് ഇവരെ മാറ്റിയപ്പോഴേക്കും ആണ് ഇവർ ഇത്രയും കടുത്ത പ്രതിസന്ധിയിലേക്ക് പോയത്. ബിജുമോൻ കൃത്യമായും ആ മേഖലയിൽ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ എല്ലാ സമയവും മുഴുകിയിരുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ 30 വർഷമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുമായിരുന്നു. ഇയാൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. കാരണം പലപ്പോഴും അമ്മ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് അസുഖബാധയുണ്ട്, അതുപോലെ വീട്ടിൽ ചില കടബാധ്യതകളുണ്ട്. ഇതൊക്കെ പരിഹരിച്ചു വന്നിരുന്നത് കിട്ടിയിരുന്ന ഓണറേറിയവും മറ്റു ചില ജോലിക്കൊക്കെ പോയി കിട്ടുന്ന പൈസകൾ കൊണ്ടാണ് അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ചികിത്സയ്ക്കും മറ്റുമൊക്കെയായി പൈസ കണ്ടെത്തിയിരുന്നത്. അതാണ് പെട്ടെന്ന് നിലച്ചത്. ഇതിൽ അദ്ദേഹം വളരെ വലിയ മനോവിഷമത്തിലായിരുന്നുവെന്ന് ആണ് അമ്മ വിജയമ്മ പറയുന്നത്. ഇതേ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാക്ഷരതാ പ്രേരകുമാര് ഇപ്പോൾ സമരം നടത്തി വരുന്നത്. അവരുടെ ആവശ്യം ഇതാണ്: നിലച്ചുപോയ ഓണറേറിയം പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം. അതുപോലെ തന്നെ ഇവർക്ക് കുറെ കുടിശ്ശികകൾ കിട്ടേണ്ട, ഈ കുടിശ്ശികകൾ വീണ്ടും കിട്ടണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു. കേരളത്തിൽ ആകമാനം 1714 സാക്ഷരതാ പ്രേരകന്മാരാണ് ഉള്ളത്. ഇവരെല്ലാം ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുന്നവരാണ്. എന്താണ് ഈ സാക്ഷരതാ പ്രേരക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഇപ്പോഴത്തെ സാഹചര്യം? ഇതൊരു ബിജുമോൻ എൻ്റെ മാത്രം കാര്യമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ എല്ലാം അലട്ടുന്ന പ്രശ്നമാണ്. എന്താണ് ഇവർ നേരിടുന്ന പ്രതിസന്ധി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഇവരുടെ ഫണ്ട് നേരത്തെ, അല്ലെങ്കിൽ ഇവർക്ക് ഓണറേറിയം നൽകുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് നേരത്തെ അനുവദിച്ചിരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പായിരുന്നു. എന്നാൽ സാക്ഷരതാ പ്രേരകുമാരെല്ലാം പ്രവർത്തിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ആണ് ഇവരുടെ പ്രവർത്തന മേഖല. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഇവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഓണറേറിയം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മാറിയതോടുകൂടിയാണ് ഇവർക്ക് അടുത്ത പ്രതിസന്ധിയിലേക്ക് വീഴുകയായിരുന്നു. കാരണം പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇവർക്ക് മതിയായ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിന് ഫണ്ട് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഫണ്ട് കൃത്യമായി ഇവർക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് ഇവർക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരാൾക്ക് കൃത്യമായ ഒരു ഓണറേറിയം ഇല്ല. സാധാരണഗതിയിൽ ഇവർ പ്രവർത്തിക്കുന്ന മേഖല, അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇവരുടെ സാക്ഷരതാ പ്രവർത്തനം നടത്തുന്നത്, എത്ര ക്ലാസുകൾ എടുക്കുന്നു, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഓണറേറിയം നൽകുന്നത്. അത്തരത്തിൽ ഓണറേറിയം എന്ന് പറയുന്നത് 3000 രൂപ മുതൽ 8000 രൂപ വരെയാണ്.
ഇതിൽ ബിജുമോന് കിട്ടിക്കൊണ്ടിരുന്നത് 8,000 രൂപയാണ് ഓണറേറിയമായി കിട്ടിക്കൊണ്ടിരുന്നത്. അദ്ദേഹം 2-3 പത്തനാപുരം താലൂക്കുമായി ബന്ധപ്പെട്ട 3ഓളം പഞ്ചായത്തുകളിൽ സാക്ഷരതാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയ ഒരാളായിരുന്നു. നേരത്തെ അതായത് സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ തുടക്കകാലം മുതൽ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു ബിജുമോൻ തന്നെ അതായത് മിക്ക സമയങ്ങളിലും സാക്ഷരതാ പ്രവർത്തന സമയം തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിലാണ് ഇവരുടെ പ്രവർത്തന സമയം തന്നെ. അത്തരത്തിൽ ഈ പ്രേരകമാരായി പ്രവർത്തിക്കുന്നവരിൽ പലർക്കും ഇത് സമയവും കണ്ടെത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മറ്റു തൊഴിലുകൾക്ക് പോവുക എന്നുള്ളത് അസാധ്യകരമാണ്. ആ സാഹചര്യം കൂടി കണക്കെടുത്തുകൊണ്ടാണ് ബിജുമോൻ പൂർണ്ണമായും ഈ സാക്ഷരതാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാക്ഷരതാ പ്രേരകമായി തന്നെ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇത്തരത്തിൽ ഈ 82 അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിൽ നിന്നും തദ്ദേശ ഭരണ വകുപ്പിലേക്ക് ഇവരെ കൈമാറിയപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ അധികാരപരിധി മാറിയപ്പോഴേക്കുമാണ് ഇവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ആകമാനം 1714 സാക്ഷരതാ പ്രേരകമാരാണ് വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി ഇത്തരം സാക്ഷരതാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഇതേ പ്രതിസന്ധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ രാപ്പകൽ സമരം നടത്തി വരുന്നത്. ഇങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. കാരണം ബിജുമോനെ സംബന്ധിച്ചോളം ബിജുമോനെ ഏക വരുമാനം ഈ ഓണറേറിയവും അതുപോലെ തന്നെ അവനുണ്ടായ ചില പ്രാദേശിക മാധ്യമ പ്രവർത്തനം വഴി കിട്ടുന്ന പൈസയും ഒക്കെ ആയിരുന്നു. ഓണറേറിയം പൂർണ്ണമായും നിലച്ചതോടുകൂടി തന്നെ ഇയാൾ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് പോവുകയായിരുന്നു. കാരണം അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യമായി മരുന്ന് വാങ്ങണം, ഇത്തരം കാര്യങ്ങൾക്ക് പോകാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ വീട്ടിൽ 2-3 സഹോദരങ്ങളുണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ബിജുമോനാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ബിജുമോന്റെ അമ്മയോട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇനി എനിക്ക് വീട്ടിലെ പച്ചക്കറി സാധനങ്ങൾ അതായത് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോലും കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. ആ സാഹചര്യം കൊണ്ട് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ, എന്തെങ്കിലും പൈസ കിട്ടുമ്പോൾ ഇതെല്ലാം കടങ്ങൾ വീട്ടാൻ കഴിയും. അത് മാത്രമല്ല ബിജുമോന് സാമ്പത്തികമായി ചില ബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ബാധ്യതകൾ പോലും ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ അത് കൊടുത്തു വിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി വന്നപ്പോഴാണ് ആത്മഹത്യയിലേക്ക് നീങ്ങിയത്. ശരി ബിനോയ്, ഈ കൊല്ലം പത്തനാപുരത്ത് ആത്മഹത്യ ചെയ്ത സാക്ഷരതാ പ്രേരക് ബിജുമോൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്ന് ബിജുമോന്റെ അമ്മ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു.